അപ്പോഴേ കൂട്ടുകാരെ ഞാനേ രാത്രി ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവലോസ് പൊടി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പം അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരി എടുത്ത് ഇത് വറുത്തോണ്ട് നിൽക്കുകയാണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ശർക്കര പാനിക്ക് വേണ്ടിയിട്ട് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി. ഇനി ശർക്കര എടുത്തിട്ട് ഉരുക്കുക. ഏലക്കയും ജീരകവും ചേർക്കുക. തേങ്ങയുണ്ട്, പഴം മാച്ചിട്ടുമുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ അരി വറുത്തോണ്ട് നിൽക്കുവാണേ. അപ്പൊ ഇതേ ശർക്കര പാനി തിളച്ചോണ്ട്, ശർക്കര പാനിയല്ല, ശർക്കര ഇതേ 2 കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട്. ഇവിടെ അരി വറുത്ത് കരിക്കാതെ ഒരു പരുവത്തില്. ഇതെപ്പോഴും ഞാൻ പറയണം. അടുപ്പ് നിർത്തി വയ്ക്കാം. അപ്പൊ ഗൈസ് ഞാൻ അരി വറുത്ത് വെച്ചിട്ടുണ്ടേ. അരി വറുത്തിട്ട് ഞാൻ ഒന്ന് പേറ്റി എടുത്തു. അതെന്നാന്ന് അറിയാം, വല്ല കറുത്ത വല്ലൊക്കെ വറുക്കുമ്പോൾ കറുത്ത അരിയൊക്കെ വരുമല്ലോ. അപ്പൊ അതൊക്കെ പേറ്റി കളഞ്ഞു. അപ്പൊ ഞാൻ ഇനി ഇതിലോട്ട് ഇടാൻ പോണത് ചുക്ക് ചതച്ചിടാം, ശകലം ജീരകം, ശകലം ഇച്ചിരി മഞ്ഞപ്പൊടി, ഇതൊക്കെ വെച്ച് ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പൊ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്, ശർക്കരയുണ്ട്, പിന്നെ പഴം മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കാണിച്ചു തരാം. ചായക്കുള്ള വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതെ അവലോസ് പൊടി നന്നായിട്ട് പുട്ടിന്റെ പൊടി പോലെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പച്ചരിയിലാണെങ്കിൽ നന്നായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഈ ശരീരത്തിലോട്ട് തട്ടാണേ. അപ്പൊ ഞാൻ ജീരകം, മഞ്ഞപ്പൊടി, ചുക്ക്, ഏലക്ക, ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഞാൻ കാണിച്ചു. ഒരു പിടി തേങ്ങ ഇടാം, ശർക്കര ആവശ്യത്തിന് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. ആവശ്യം കഴിഞ്ഞാൽ മാറ്റി വെക്കാം. നെയ്യില്ല കൂട്ടുകാരെ, നെയ്യില്ല കേട്ടോ. ഇച്ചിരി മധുരം കൂടെ. ഇതേ ചായ തിളച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ചായക്ക് പഞ്ചസാര കുറച്ചിട്ടാൽ മതി. അതിന് കുറച്ചാൽ മതി. ദേവദാരു പൂത്തു ഞാൻ പണ്ടേ ബോംബെയിലായിരുന്ന സമയത്തെ ഞങ്ങൾക്ക് പുട്ട് തിന്നാൻ നല്ല കൊതിയായിരിക്കും. അപ്പൊ ഇവിടുന്ന് പുട്ടുകല്യം കൊണ്ടാണ് പോയത്. പക്ഷെ പുട്ടിന്റെ പൊടിയൊന്നും അങ്ങനെ അവിടെ കിട്ടത്തില്ല. ഞങ്ങൾ പോയ സമയത്ത് പുട്ടിന്റെ പൊടി അങ്ങനെ കിട്ടത്തില്ല. അപ്പം പച്ചരി ഞങ്ങൾ കിട്ടും, കടയിലൊക്കെ നല്ല പച്ചരി കിട്ടും. അപ്പൊ ഞാൻ എന്തെന്നറിയോ, ഒരു ദിവസം പച്ചരി വാങ്ങിച്ച് കുതിർത്ത് മിക്സിയിലിട്ട് അടിച്ച്. അപ്പൊ എന്റെ അണ്ണൻ അറിയുന്നില്ല ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ റൂമിൽ നിന്നിട്ട് ചെയ്യണത്. രാവിലെ കാപ്പി കുടിക്കുന്ന സമയത്ത് സാധാരണ ഞാൻ ചപ്പാത്തിയോ അങ്ങനെയൊക്കെയാണ് പരത്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. പണ്ട് ചപ്പാത്തി വരുത്താനായിട്ട് എന്റെ കോലും ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അറിയാം ചപ്പാത്തി ഉണ്ടാക്കണം. നമ്മളെ പ്ലേറ്റില് ചോറ് കഴിക്കുന്ന പ്ലേറ്റില് കമ്പത്തി ഇട്ടിട്ട് മറ്റേ ബിയർ അടിക്കുമല്ലോ, ആ ബിയർ കുപ്പി എടുത്ത് വെച്ച് ഉരുട്ടി ചപ്പാത്തി ഉണ്ടാക്കും. അപ്പൊ വൈകിട്ട് അണ്ണൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാത്രിയത്തെ ഭക്ഷണം ചപ്പാത്തി ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതുപോലെ നൈറ്റ് വരുമ്പോ ഇങ്ങനെ അങ്ങനെ ഡെയിലി രാവിലെ പോകാൻ നേരത്ത് പുള്ളി അറിയുന്നില്ല ഞാൻ റൂമിൽ നിന്ന് പച്ചരി ഇതുപോലെ പൊടിച്ച്, എനിക്ക് അരിപ്പൊന്നുമില്ല, നീ ചായ കഴിക്കുന്ന വലിയ അവിടുത്തെ അരിപ്പുണ്ടായിരുന്നു. ആ അരിപ്പിൽ പൊടിച്ച് അരിച്ചരിച്ച് വെച്ചിട്ട് രാവിലെ ഞാൻ അരിപ്പുട്ടുണ്ടാക്കി കൊടുത്തത്. ഇതെവിടുന്ന് ഇതെപ്പോ ഉണ്ടാക്കി, ഇതെവിടുന്ന് വാങ്ങിച്ചത്, അരിപ്പൊടി ആരാ വാങ്ങിച്ചു തന്നത്, നിനക്ക് അറിയാവോ പോയി വാങ്ങിക്കാനെന്നല്ല. കാരണം എനിക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ. ഞാൻ പറയില്ല എന്നാ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്.
പിന്നെ പുള്ളിക്ക് അറിയാൻ ഒരു സൗകര്യം പുള്ളി പറയും നിനക്ക് ഇങ്ങനെ അറിയാലോ അപ്പൊ നീ ഉണ്ടാക്കുന്നു പറഞ്ഞു. പിന്നെ കടയിൽ നിന്ന് അന്ന് സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, അന്ന് ബസ്മതി റൈസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ബിരിയാണി അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടി അണ്ണ വാങ്ങിച്ചുകൊണ്ടത് നീളമുള്ള അരിയായിരുന്നു, പക്ഷെ നല്ല മണം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക് 10 കിലോ 12 കിലോ അരിയൊക്കെ അങ്ങനെ മതി, സകലത്തെ ചോറ് വയ്ക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഈ അരി ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിലെ അരിയല്ല ഇതെന്ന് പറഞ്ഞ്. അപ്പോഴേ അണ്ണൻ പറഞ്ഞു, ഇത് നീ ചോറ് വെച്ച് നോക്കാം, അപ്പൊ നിനക്ക് ഇതിന്റെ മണവും രുചിയും കിട്ടുന്നു. അങ്ങനെ അന്ന് ഞാൻ ചോറ് വയ്ക്കുന്ന അരി എന്ന് പറയുമ്പോൾ ബിരിയാണി ബസുമതി റൈസിലായിരുന്നു ഞാൻ ചോറ് വെച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഞാൻ ആ അരി ബിരിയാണി അരിയാണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അണ്ണൻ പറഞ്ഞു, ഇപ്പൊ എങ്ങനെയാ? അവിടെ എനിക്കറിയില്ല, അവിടെ മറ്റേ നമ്മളെ നാട്ടിലെ കൈമ ചോറ് ബിരിയാണി ആ അരിയിലൊക്കെ എനിക്ക് ഞാൻ ചോറ് പിന്നെ ചോറ് വയ്ക്കുന്നതും പിന്നെ അല്ലാതെ പിന്നെ ചെറിയ കുഞ്ഞു പഞ്ചസാര ചെറിയ അരിയുണ്ട് കുഞ്ഞ്, അവിടെ അവരെ രാജാറാണി എന്നൊക്കെ ആ അരിക്ക് പേര് പറയുന്നത്. എന്തൊക്കെ പുതുമയാണ്. പക്ഷെ എന്തായാലും ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ ചോറ് വെച്ച് കഴിച്ച ബിരിയാണി അരിയാണ് ഈ നമ്മളെ നാട്ടിലെ ബിരിയാണി അരിയെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഇതുപോലെ അവലോസ് പൊടിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും. അവിടെ ഇങ്ങനെ മറ്റേ ത്രികോണം പോലത്തെ ഇരിക്കുന്ന ശർക്കരയൊക്കെ ഇല്ല, അതൊക്കെ കിട്ടും കേട്ടോ, വെള്ള ശർക്കര. അപ്പൊ വൈകിട്ടത്തെ എന്റെ പണിയൊക്കെ മിക്കപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ. പിന്നെ വൈകിട്ട് ചപ്പാത്തി, ഗ്രീൻ പീസ് കറി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അന്നേ ഉള്ളൊരു ശീലമുണ്ട് വീട്ടിൽ അരി പൊടിച്ച് വറുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴെനിക്ക് ഇതൊക്കെ മനസ്സിലുള്ളത് കൊണ്ടിട്ട് ഇപ്പൊ പിള്ളേർക്കൊന്നും അങ്ങനെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കത്തില്ല, വല്ലപ്പോഴും വാങ്ങിച്ചാലും വാങ്ങിച്ചു കൊടുക്കത്തില്ല. അപ്പം എന്റെ അവലോസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് പഴം ഇട്ടൊന്ന് കുറച്ച് തിന്ന് കാണിച്ചു തരാം, നല്ല ടേസ്റ്റാണ്. മറ്റെന്തോ മറന്നു പേര്, ജീരകം, മഞ്ഞപ്പൊടി, ചുക്കൊക്കെ ഇടുമ്പോ നല്ല ടേസ്റ്റാണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോഴും നമുക്കേ അവലോസ് ഇങ്ങനെ കഴിക്കാം. ഞാൻ നല്ല മോറീസ് പഴം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ വൈകിട്ടത്തെ ചായ കുടിക്ക് ഇങ്ങനെ കുളച്ച് കട്ടൻ ചായ വേണമെങ്കിൽ അതൊഴിക്കാം. ഇന്ന് നമുക്ക് കട്ടൻ ചായ ഒഴിക്കേണ്ട, പഴം ഉണ്ടല്ലേ. ഈ പച്ചരി ഇട്ട് പൊടിക്കുമ്പോഴേ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം കേട്ടോ, അപ്പൊ നല്ലതാണ് ശരീരത്തിന്. ഇതിന്റെ കൂടെ ഈ അവലോസ് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് പച്ചരി പൊടിച്ചിട്ട് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ട് ഈ പൂവരശിന്റെ പഴുത്ത ഇലയില്ലേ അതും ഇതും കൂടെ മിക്സ് ചെയ്ത് അരച്ചിട്ട് പിന്നെ കരിപ്പട്ടിയും കൂടെ ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ജീരകവും ഒക്കെ ഇട്ട് കഴിച്ചാലും നല്ലതാണ്. എല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷെ ആരും വീടിക്ക് വന്നിരിക്കുന്നു. നല്ല ചൂട് മധുരം കുറവാ. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അന്യ നാട്ടുകളിലൊക്കെ ആദ്യമായിട്ട് താമസിക്കാൻ പോകുമ്പോൾ ഇതുപോലെയൊക്കെ തിന്നാൻ കൊതിച്ചാല് ഒന്നും കിട്ടൂലെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നമ്മളെ നാട്ടിൽ കിട്ടുമ്പോഴത്തെ സാധനങ്ങൾ അവിടെ കിട്ടും. ഞാൻ വിചാരിച്ചു കിട്ടത്തില്ലെന്ന്, പക്ഷെ കപ്പ ഉണ്ടായിരുന്നു, ചക്ക ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പോയ സമയത്ത് തൃശ്ശൂരുള്ള ഒരു ചേട്ടനായിരുന്നു അവിടെ. ആ ചേട്ടന്റെ കടയിൽ ചെറിയൊരു കട, കുഞ്ഞു കട. ആ കടയിൽ കപ്പയുണ്ട്, ചക്കയുണ്ട്, എല്ലാ സാധനം കിട്ടും. ചെറിയ കടയാണെങ്കിലും ഏത്തപ്പഴം, കൊച്ചുള്ളി, അപൂർവം, ഭയങ്കര പൈസയായിരിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടില് കപ്പയ്ക്ക് 1 കിലോയ്ക്ക് 40 രൂപയല്ലേ. അന്നത്തെ കാലത്തായിരുന്നു 1 കിലോയ്ക്ക് 40 രൂപ. നാട്ടിലപ്പോഴെത്ര 12 രൂപ 50 പൈസ, 12,000 രൂപ അങ്ങനെയൊക്കെ. നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടില് കേരളത്തില് ഇങ്ങനെ തരും. ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ എല്ലാം ഇവിടെ നിന്നുണ്ട്. ഇഡലി പാത്രം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇടിയപ്പത്തിന്റെ ഞാൻ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഉണ്ട്, അന്നൊന്നും ഇല്ലായിരുന്നു, പിന്നീട് ഇപ്പോഴുണ്ട്, പക്ഷെ ഞാൻ പറയില്ല, ഭയങ്കര പാടാ. എല്ലാവർക്കും അത് എളുപ്പമൊന്നും, പക്ഷെ എനിക്ക് പാടാ, ഞാൻ ഞെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സോക്കുണ്ടെന്ന്. അപ്പൊ നമ്മളെ ഇന്നത്തെ രാത്രിയത്തെ ഫുഡാണ്, എന്റെ രാത്രി ഫുഡാണ്. അവർക്കുള്ളതല്ല, കട്ടൻ ചായയും അവലോസ് പൊടി. പറഞ്ഞു കഴിച്ചു കേട്ടാ, കഴിച്ച് ഞാൻ അവിടെ അവർക്കും കൂടെ കൊടുത്താ കഴിയാം. 2 ഗ്ലാസ് എടുത്തത് വറുത്ത് പൊടിച്ചപ്പോ തേങ്ങ എല്ലാം കൂടെ ഇട്ടപ്പോ ഇവിടെ പെരുവി കയറി. ഇനിയുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട് എന്റെ അടുത്ത്. എന്റെ വലംപിരി ചങ്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വലംപിരി ഇടംപിരിയൊക്കെ ഇവിടെ ഉണ്ട്.
ആദ്യം വേണ്ട തിന്ന് തിന്ന് തീർക്ക കേട്ടോ കൂട്ടാറെ. ഞാമിനും കൂടെ ഇച്ചിരി കൊടുക്കട്ടെ കേട്ടാ. അപ്പൊ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാരും നല്ലതാന്നുള്ള അഭിപ്രായം കമന്റ് രൂപത്തിൽ ഇടണം കേട്ടാ. ബൈ.